മക്കൾ നോക്കാൻ തയ്യാറായില്ല. നാട്ടുകാരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം കൂട്ടിക്കട കോരമുക്ക് സ്വദേശിനി ശാന്തമ്മയെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മക്കൾ നോക്കാതെ വന്നതോടെ ദുരിതക്കയത്തിലായ വയോധികയെയാണ് നാട്ടുകാരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൊല്ലം കൂട്ടിക്കട കോരമുക്ക് സ്വദേശിനി ശാന്തമ്മയെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 2 മക്കളുണ്ടായിട്ടും ഇരുവരും അമ്മയെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. മകളാകട്ടെ ചില ദിവസങ്ങളിൽ ഒരു നേരത്തെ ആഹാരം നൽകി വീട് പൂട്ടിയിട്ട് പോകും. വീണ്ടും മകൾ വരുമ്പോൾ മാത്രമാണ് വീട് തുറക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പം ഈ ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടാണ് മെയിൻ. ആഹാരമില്ല, ഇങ്ങനെ വല്ലപ്പോഴും കൂടെ വന്നിങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഇതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരും ഉത്തരം പറയും. നാട്ടുകാർക്ക് എല്ലാവർക്കും പിന്നെ അവരുള്ളത് കൊണ്ടാണ് ഈ അമ്മ ഇത്രയും എങ്കിലും ജീവിച്ചിരിക്കുന്നത്. മകളടുത്ത് ഇത്രയും കടുംപിടുത്തം പറഞ്ഞുകൊണ്ടാണ് മകൾ വന്ന് ഈ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെയും ഫാമിലിയിൽ ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ട്. മുഖത്തലയിലാണ് എൻ്റെ വീട്. ആഹാരം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ അവശയായി. പക്ഷാഘാതവും ബാധിച്ചതിനെ തുടർന്ന് ഇവർക്ക് എഴുന്നേറ്റ് നടക്കാനും കഴിയില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ ഇടപെടൽ. ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഇവർ മകളെ വിളിച്ച് വീട് തുറന്ന് മാതാവിനെ രക്ഷപ്പെടുത്തി. ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശ്, ശ്യാം ഷാജി എന്നിവർ ചേർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പോലും മകൾ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.